സുഹൃത്തുക്കളെ, എൻ്റെ ദീർഘകാല സുഹൃത്ത് മലയാള മനോരമ ഡൽഹി ബ്യൂറോ ചീഫ് ഡി വിജയമോഹൻ പറഞ്ഞിട്ടാണ് വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അലക്സാണ്ടർ ഡാനിയലിനെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിജയമോഹനും ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ UP+ പ്രോവിൻസിൻ്റെ പ്രസിഡൻ്റായ അലക്സാണ്ടർ ഡാനിയലും എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി അതിജീവനം എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്നാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഭീതിയിലകപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ വളരെ വേഗം സാമൂഹ്യ വ്യാപനം തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോൾ 2 തരത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ചികിത്സയുമായും മരുന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം. അതിപ്പോൾ ആർക്കും ഒന്നും പറയാൻ അറിഞ്ഞൂടാ. എന്താ കാരണം വെച്ചാൽ വാക്സിൻ കണ്ടുപിടിച്ചു എന്നും കണ്ടുപിടിക്കുമെന്നൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ. വരട്ടെ, വേഗം വരട്ടെ. സാമൂഹ്യമായ ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോൾ നമ്മൾ സാമൂഹ്യമായ അകലം, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സമ്പർക്ക വിലക്ക് എന്ന ഒരു സംഗതിയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രതിരോധത്തിൽ പ്രധാനം എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ അപകടം പിടിച്ചതാണ്. എന്ന് വെച്ചാൽ ആളുകളെ അകറ്റി നിർത്തുക, ആളുകളെ സ്വാഗതം ചെയ്യാതിരിക്കുക, ആളുകളെ തൊടാതിരിക്കുക, ആളുകളെ വീട്ടിൽ കയറ്റാതിരിക്കുക, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന ദുരവസ്ഥയിൽ ആശാൻ പാടിയ ആ സ്ഥിതിവിശേഷം, അത് 1923 ആ പുസ്തകം വന്നത്. 100 കൊല്ലാവുക, വീണ്ടും തിരിച്ചു വരികയാണോ എന്ന്. ചില ജാതി വികാരമുള്ള ആൾ ചോദിക്കുന്നുണ്ട്, നവമാധ്യമങ്ങൾ കാണാനുണ്ട്, ഇപ്പോൾ തീണ്ടാപ്പാട് അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ ശരിയായില്ലേ? കാരണം ഇപ്പോൾ ഒരു പുതിയ വാക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, കൊറോണപ്പാട് അകലെ. 2 മീറ്ററാണ് കൊറോണപ്പാട് അകലെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോയി വന്നാൽ കൈ കഴുകണം, അവിടെ ഇവിടെ ഒന്നും തൊടരുത്, തീണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ശരിയായില്ലേ എന്ന്. ഇതുപോലെ ഇപ്പോൾ മുസ്ലിം മതമൗലികവാദികൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ മുഖം മറച്ച് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ. എന്നോടൊക്കെ ചോദിക്കുന്നുണ്ട്, മാഷക്കൊക്കെ വലിയ എതിരായിരുന്നല്ലോ, ഇപ്പോൾ മാഷൻ അങ്ങനെ നടക്കേണ്ടി വന്നില്ലേ? ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ ഒരു ഗതികേട് വെച്ചിട്ടാണ് ഈ ജാതി മൗലികവാദികളും മതമൗലികവാദികളൊക്കെ സംസാരിക്കുന്നത്. അവരോട് ദേഷ്യം പിടിക്കാനുകൂടി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അവരെപ്പറ്റി സഹതപിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആളുകൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറബികൾ ചെയ്യുന്ന മാതിരി കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, പാശ്ചാത്യർ ചെയ്യുന്ന മാതിരി കാണുമ്പോൾ കൈ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നം. അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആത്മഹത്യാപരമാണ്. ഇപ്പോൾ നമുക്ക് രോഗം പകരാം, നമുക്ക് രോഗമില്ലാതെ തന്നെ നമ്മൾ രോഗത്തിൻ്റെ വാഹകരായിട്ട് വേറെ ആൾക്ക് രോഗം കൊടുക്കാം, അത്തരത്തിലൊന്നും പോകാൻ വയ്യ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു മനസ്സൊരുക്കം നടത്തണം, നമുക്കത് തിരിച്ചറിയണം. നമ്മൾ ഒരു സാമൂഹ്യമായ വിപത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ വീട്ടിൽ ഇതിനെപ്പറ്റി വലിയ കരുതലില്ലാതെ ഒരാൾ എന്നെ കാണാൻ വന്നു എന്ന് വിചാരിക്കാം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കയറി ഇരിക്കാൻ പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പോൾ എന്താ,
ഈ അദ്ദേഹത്തോട് കയറി ഇരിക്കാൻ പറയാത്തത് എൻ്റെ ഭാഗത്തൊരു വീഴ്ചയാണ്, സാഹചര്യവശാൽ നിർഭാഗ്യവശാൽ വന്നതാണ് എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ഈ സാഹചര്യം മാറുമ്പോൾ അതൊരു മഹത്തായ കാര്യമെന്ന് ഞാൻ വിചാരിക്കില്ല. പിന്നെ എപ്പോഴും സമ്പർക്ക വിലക്ക്, സാമൂഹ്യമായ അകലം തുടങ്ങിയുള്ള വാക്കുകളൊക്കെ കൊള്ളരുതാത്ത വാക്കുകളാണ്. അത് നിഷേധാത്മകമായ ഊർജം, സാറിന് പറയുമല്ലോ നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന അനവധി കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനം എൻ്റെ കണക്കിന് വായനയാണ്. വായന എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റിൽ പല പുസ്തകങ്ങളുണ്ട്. കിൻഡിൽ എന്നൊരു സംവിധാനം ഉണ്ടെന്ന് മിക്കവർക്കും അറിയാം. സാധാരണ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കലാരൂപങ്ങളൊക്കെ നിഷിദ്ധമായൊരവസ്ഥയിലാണ്. തിയേറ്ററുകളില്ല, സിനിമ കാണാൻ പോകാൻ പറ്റില്ല. ഗാനമേളകളില്ല ഒരു ഹാളിൽ, അല്ല ഫുട്ബോൾ മേളകളില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിലോ നെറ്റിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ പരിമിതമാണ്. ആ പരിമിതികളൊന്നുമില്ല വായനയ്ക്ക്. അപ്പോൾ ബെർട്ടോൾഡ് ബ്രെഹ്ത്ത് ഒരു കവിതയിൽ പറയുന്നുണ്ട്, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ആളോട് പറയാവുന്നത്, ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണെന്ന്. അപ്പോൾ നോവൽ, ചെറുകഥ, കവിത, ലേഖന സമാഹാരങ്ങൾ, ചരിത്രകൃതികൾ, തത്വചിന്താ കൃതികൾ ഒക്കെ വായിക്കാം. അപ്പോൾ വായിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, അത് എൻ്റെ കണക്കിന് സിനിമ കാണുന്നതിനേക്കാളും നാടകം കാണുന്നതിനേക്കാളും ഒക്കെ പ്രയോജനപ്രദമായൊരു കലാസ്വാദന മേഖലയാണ് വായന. അതെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ നടൻ അവതരിപ്പിച്ച ഒന്നിനെ പിന്തുടർന്ന് പോവുകയാണ്. നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, രാമായണത്തെ പറ്റിയുള്ള ഒരു സിനിമയോ നാടകമോ നമ്മൾ കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് സീത, എങ്ങനെയാണ് രാവണൻ, എങ്ങനെയാണ് ശൂർപ്പണഖ, എങ്ങനെയാണ് ലക്ഷ്മണൻ, അല്ലെ എങ്ങനെയാണ് രാമൻ, അവരെങ്ങനെ പെരുമാറും, രൂപം എന്താണ്, ഭാവം എന്താണെന്നൊക്കെ അവരവതരിപ്പിച്ച് നമ്മൾ കാണുന്നത്. നമ്മൾ രാമായണ കാവ്യം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ രാമായണം പ്രതിപാദ്യമായൊരു കഥ വായിക്കുമ്പോഴോ നമ്മുടെ ഭാവന വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് രാവണൻ, ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് 10 തലയുണ്ട് 20 കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം മഹാബുദ്ധിമാനാണെന്നും മഹാബലവാനാണെന്നുമാണ്. പിന്നെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ഭാവന അത് മനുഷ്യജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കലകൾക്ക് മാത്രമല്ല, തത്വചിന്തയ്ക്ക് മാത്രമല്ല, ശാസ്ത്രത്തിനും അത് ബാധകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ഉദാഹരണമാണ്, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു. അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ എന്താ, തലയിൽ ആപ്പിൾ വീഴുമ്പോൾ ഇതെന്തുകൊണ്ട് മേലോട്ട് പോയില്ല എന്നുള്ളത് ഭാവനയാണ്. ഭാവനയാണ്, മേലോട്ട് പോയിക്കൂടെ, അതൊരു ഭാവനയാണ്, ഇമാജിനേഷനാണ്. അങ്ങനെ നമ്മളിന്ന് ശാസ്ത്രമായിട്ടറിയുന്ന എല്ലാം ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഭാവനയിൽ ഉൾപ്പെട്ടതാണ്. 1969 മനുഷ്യൻ ചന്ദ്രനിറങ്ങിയത്. 100 കൊല്ലം മുമ്പ് 1869 ഒരു ജനീവയിലൊരു നോവലിസ്റ്റ് മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിനെ പറ്റി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയുന്ന ഉദാഹരണം ആലോചിച്ച് നോക്കുക. വിമാനം ഉണ്ടാകുന്നതിൻ്റെ എത്ര നൂറ്റാണ്ട് മുമ്പാണ് പുഷ്പക വിമാനം എന്ന ഒരു വാഹനത്തിൽ സീതാദേവിയെ കട്ടുകൊണ്ടുപോയി
എന്ന് വാൽമീകി എഴുതിയത്? ഭാവനയത്, അന്ന് ഭാവനയാണ്, പിന്നെ ശാസ്ത്രമാവുക. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കും. വെള്ളത്തിൽ നടന്നു, ഭാവനയാണെന്നാണ് എൻ്റെ കണക്ക്. അതിപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ഭാഗമാണെന്നോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന് വിശ്വസിക്കാം. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് ഒരു ഭാവനയാണ്. നാളെ മനുഷ്യന് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഭൂമിയിലെന്ന പോലെ നിലത്തെന്ന പോലെ ജലത്തിലും നടന്നു പോകാവുന്ന ഒരു സംഗതി കണ്ടുപിടിക്കുകയില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ വിമാനം കണ്ടുപിടിച്ചു, കപ്പൽ കണ്ടുപിടിച്ചു, തോണി കണ്ടുപിടിച്ചു, മുങ്ങിക്കപ്പൽ കണ്ടുപിടിച്ചു, എന്തൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇന്ന് ഭാവന ചെയ്യാൻ പറ്റാത്ത സാധനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? അല്ലെ ഫേസ്ബുക്ക്, ലോകത്തെ എവിടെയുള്ള ആരോടും നമുക്കൊരു നയാ പൈസ ചെലവില്ലാതെ ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന തരത്തിൽ വാട്സാപ്പ്, യൂട്യൂബ്, ആലോചിച്ചു. ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഭാവനയാണ്. അപ്പോൾ ഭാവന മനുഷ്യത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇതുപോലെ മനുഷ്യന് അത്യാവശ്യമുള്ളൊരു സാധനമാണ് ചിന്ത. നമ്മൾ ചിന്തിക്കും. എപ്പോൾ? വായിക്കുമ്പം ചിന്തിക്കും. ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു വാക്യമുണ്ട്. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ടൊരു സാഹിത്യ നിരൂപകനാണ് I.A. റിച്ചേർഡ്സ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ആ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? എ ബുക്ക് ഈസ് എ മെഷീൻ ടു തിങ്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട്. പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ ഉന്മേഷം എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണ. തീർച്ചയായിട്ടും അതിൽ ഓർമ്മശക്തി ഉണ്ട്. ഓർത്തിരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച കവിതകൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ട സിനിമാ പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഓർത്തിരിക്കുന്നുള്ള സന്തോഷമാണ്. ഓർമ്മ വലിയൊരു സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ ഉന്മേഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഭാവനയാണ്. അതിങ്ങനെ ഭാവന ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മൾ അറബിക് കഥകൾ വായിക്കുന്നു, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഈസോപ്പ് കഥകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഇലിയഡോ ഒഡീസിയോ വായിക്കുന്നു. അപ്പോൾ അതിലൊക്കെയുള്ള അത്ഭുത കൃത്യങ്ങൾ, രാക്ഷസന്മാർ, ജിന്നുകൾ, നമ്മുടെ ഭാവനയെ, അതിന് പിന്നെ യുക്തിയില്ലല്ലോ. യുക്തിയില്ല. ഇപ്പോൾ യുക്തി വളരെ പ്രധാനമല്ലേ? വളരെ പ്രധാനമാണ്. പക്ഷേ യുക്തി മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണ്? അതിപ്പോൾ കവിതയിലൊക്കെ എന്താ പ്രവർത്തിക്കുന്നത്? യുക്തിയല്ല. എന്താ പ്രവർത്തിക്കുന്നത്? ലോജിക്കല്ല, മാജിക്കാണ്. അതിൻ്റെ ഒരു മാന്ത്രികതയുണ്ട്. അപ്പോൾ അങ്ങനെ ഭാവനയിൽ അഭിരമിക്കുക. പിന്നെ ചിന്തയിൽ ഒരു എഴുത്തുകാരൻ്റെ ചിന്ത പിന്തുടരുക. ആ സമയത്ത് തന്നെ അത് അടച്ചു വെച്ചിട്ട് അതിനെപ്പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ വേറെ ആലോചിക്കുക. ഇപ്പോൾ നമ്മൾ സോക്രട്ടീസിൻ്റെ പ്ലേറ്റോ ആയിട്ടുള്ള ഡയലോഗ്സ് വായിക്കുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഗാന്ധിയുടെ ആത്മകഥ വായിക്കുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലെ മാർസിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയുള്ള ചിന്താഗതികൾ വായിക്കുന്നു, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണത്തെപ്പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറ്റി വായിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ പുസ്തകം വായിക്കുന്നു. അപ്പോൾ നമുക്ക് മൊത്തം നെഹ്റുവിനോട് നമ്മൾ യോജിക്കുന്ന ഭാഗങ്ങളും വിയോജിക്കുന്ന ഭാഗങ്ങളുണ്ടാവും. ആ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഒരേപോലെ നമുക്ക് ഉന്മേഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം ഭൗതികമായ മറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ജോലിയില്ല, കൂലിയില്ല, നമുക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാൻ സൗകര്യമില്ല, മറ്റ് മരുന്ന് കിട്ടാൻ സൗകര്യമില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഭൗതികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്തും. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, വലിയൊരു പ്രശ്നം വരാൻ പോവുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ വളരെ വലിയ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമൂഹികമായ സ്തംഭനം ഒക്കെ നേരിടാൻ പോവുകയാണ്. 10-60 കൊല്ലം മുമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കേട്ടിരുന്ന പ്രധാനപ്പെട്ടൊരു വാക്ക് നോ വേക്കൻസി എന്നാണ്. അപ്പോൾ തൊഴിലില്ലായ്മ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു അന്ന്.
ഭൂപരിഷ്കരണം വന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നു, കുലവൃത്തി എന്നൊന്നില്ലാതെയായി. കാരണം ഓർത്തിരിക്കുക, ജന്മികുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നതും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതും ഒറ്റ ഒന്നാണ്. അത് രണ്ടല്ല. ജന്മികുടിയാൻ വ്യവസ്ഥ എന്നുള്ള സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രതിഫലനമാണ് ജന്മികുടിയാൻ വ്യവസ്ഥ. ഇതുപോലെ ജന്മികുടിയാൻ വ്യവസ്ഥ എന്നുള്ള സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ സാമൂഹ്യ പ്രതിഫലനമാണ് ജാതി വ്യവസ്ഥ. അതിന് ഞാൻ തെളിവ് പറയാം. ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും മേലെ നമ്പൂതിരിയാണ്, ഏറ്റവും താഴെ ചെറുമനാണ്. അപ്പോൾ ജന്മി തന്നെയാണ് മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ. അപ്പോൾ അത് കഴിയുമ്പോൾ അന്നെന്താ കാര്യം? അന്ന് കുലവൃത്തി എന്നൊരു ഏർപ്പാടുണ്ട്. നമുക്ക് ജോലി തിരഞ്ഞു പോകണ്ട. എന്താണ്? ക്ഷുരകൻ്റെ മകൻ ക്ഷുരകനാണ്, എണ്ണയാട്ടുന്നവൻ്റെ മകൻ എണ്ണയാട്ടുന്നവനാണ്, പിന്നെ വൈദ്യൻ്റെ മകൻ വൈദ്യനാണ്. എല്ലാവർക്കും അച്ഛൻ്റെ ജോലി തന്നെയാണ് മകൻ്റെയും ജോലി, ആ ജോലി തന്നെയാണ് മകൻ്റെ മകനും. അതുകൊണ്ട് അതിന് കുലവൃത്തി എന്ന് പറയും. അപ്പോൾ ആരാണ് അഭിനയിക്കേണ്ടത്? ആരാ? ചാക്യാർ ജാതിയിൽ പറഞ്ഞ ആളാ. ആരാ കൊട്ടേണ്ടത്? മാരാർ ജാതിയിൽ പറഞ്ഞ ആളാ. അപ്പം അങ്ങനെ മാല കെട്ടുന്നതിന് ജാതിയുണ്ട്, ഫലിതം പറയുന്നതിന് ജാതിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊരു കുലവൃത്തിയാണ്. ചാക്യാരുടെ കുലവൃത്തി എന്ത്? ഫലിതം പറയാൻ. ആലോചിച്ച് നോക്കും. അപ്പോൾ ഇങ്ങനെ ആർക്കും ജോലി ഇല്ലാത്ത എല്ലാവർക്കും. ഇപ്പോൾ അന്ന് ജോലിക്ക് സംവരണം ഉണ്ട്. എന്താ സംവരണം? ജോലി ഇല്ലാത്ത ആരും ഇല്ലല്ലോ, എല്ലാവർക്കും ജോലി ഉണ്ട്. അച്ഛൻ്റെ ജോലി ഇപ്പോൾ കല്ലാശാരിയുടെ മകൻ കല്ലാശാരിയാണ്, തട്ടാൻ്റെ മകൻ തട്ടാനാണ്. അങ്ങനെ എപ്പോഴും അച്ഛൻ്റെ വൃത്തി തന്നെയാണ് മകൻ്റെയും വൃത്തി, ഉപജീവന വൃത്തി. അങ്ങനെയാണ്. ഇതങ്ങോട്ട് തകർന്നു പോവുകയാണ് ഭൂപരിഷ്കരണം വരുമ്പോൾ. കുലവൃത്തി എന്നൊരു സാധനമില്ല. വൈദ്യൻ്റെ മകൻ ഒരു പാട്ടുകാരനാവാം, കല്ലാശാരിയുടെ മകൻ ഡോക്ടറാവാം. അങ്ങനെ അപ്പോൾ ആരാണ് വക്കീലാവുക, ആരാണ് ക്ലാർക്കാവുക, ക്ഷമിക്കണം, ആരാണ് നർത്തകിയാവുക എന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആളുകളുടെ ജന്മവാസന അനുസരിച്ച് അഭിനയിക്കുന്നു. ഇപ്പോൾ സത്യൻ എന്ന നടൻ വരുമ്പോൾ നിങ്ങൾ ചാക്യാർ ജാതി പിറന്ന ആളാണെന്ന് ആരും ചോദിക്കില്ല, കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഫലിതം പറയാൻ വരുമ്പോൾ നിങ്ങൾ ഏത് കുലത്തിൽ പിറന്ന ആളാണെന്ന് ആരും ചോദിക്കില്ല. കുലവൃത്തി ഇല്ലാതെയായി, അപ്പോൾ തൊഴിലില്ലാതെയായി. അപ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കൊക്കെ നമ്മുടെ ആളുകളുടെ പ്രവാസം ആരംഭിച്ചത്. അപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളി കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ലോകത്തെവിടെയുണ്ട്. കേരളം വളരുന്നു എന്ന് നമ്മുടെ വെണ്ണിക്കുളം അങ്ങനെ പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്ന അങ്ങനെ വളർന്ന കൂട്ടരാണ്. അപ്പോൾ അവരോടാണ് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലേ, പഠിക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി, വ്യവസായത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടിയൊക്കെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. നേരത്തെ കുറച്ചൊക്കെ ഉണ്ട്, 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ ഉണ്ട്. അതായത് അന്ന് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് മലബാർ. മറ്റ് കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ മറ്റേ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്ന സാമന്ത രാജാക്കന്മാരാണ്, നാട്ടുരാജ്യങ്ങളാണ്. അവിടെയൊക്കെ ആൾ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? സിലോണിലേക്ക് പോകുന്നു, ബർമയിലേക്ക് പോകുന്നു, സിംഗപ്പൂരിലേക്ക് പോകുന്നു. എന്താണ് അവിടെ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ MT വാസുദേവൻ്റെ അച്ഛൻ നാരായണ നായർ ഇവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് സിലോണിൽ പോയി, കടകണ്ണാവ എന്നുള്ള സ്ഥലത്ത് സിലോണിൽ പോയിട്ട് അവിടെ ഒരു കച്ചവടക്കാരനായിട്ട്. അങ്ങനെ എത്രയോ ആളുകൾ. അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാരായിരുന്നു. അത് വലിയൊരു സാമൂഹ്യമായ വലിയൊരു ഉന്നതി, ഒരു ബൂം ഉണ്ടാക്കിയില്ല. നേരെ മറിച്ച് അന്നിവിടെ ജോലിയുണ്ട്. നമുക്ക് ഇപ്പോൾ കൃഷിക്കാരൻ്റെ മകൻ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നെയ്ത്തുകാരൻ്റെ മകന് നെയ്ത്തുകാരനാവാം, എണ്ണയാട്ടുന്നവൻ്റെ മകന് എണ്ണയാട്ടാം എന്നൊരു സ്ഥിതി അന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ 56 നമ്മുടെ ഐക്യകേരളം വന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 67 2ാം EMS മന്ത്രിസഭയുടെ പ്രവൃത്തിയോടുകൂടി ഭൂപരിഷ്കരണം പൂർത്തിയായപ്പോൾ 1970 ജനുവരി 1-ാം തീയതിയാണ് ഭൂപരിഷ്കരണം പൂർത്തിയായി എന്നുള്ള ഗവൺമെൻറ് വിജ്ഞാപനം വരുന്നത്. അതോടുകൂടി മലയാളി ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ചെതറുകയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നത്. ബോംബെയിൽ, ഡൽഹിയിൽ, കൽക്കട്ടയിൽ, ഹൈദരാബാദിൽ, മദിരാശിയിൽ ഒക്കെ മലയാളികളുടെ സ്ഥലം. അപ്പം മദിരാശി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്
മലബാർ ബ്രിട്ടീഷ് മലബാർ എന്നാണ് പറയാം. മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ജില്ലയാണ്, മലബാർ ഡിസ്ട്രിക്ട് എന്നാണ് പറയാം. അത് മദിരാശി പ്രവിശ്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ കുറേ കാലം മലയാളികളെ മദിരാശി എന്ന് വിളിച്ചതിൽ ഇങ്ങനെയും കൂടി ഒരു അർത്ഥമുണ്ട്. അപ്പോൾ വലിയൊരു അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒന്നുകിൽ മദിരാശിക്ക് പോകും, അല്ലെങ്കിൽ ബോംബെക്ക് പോകും. എന്താണ് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ചായ എടുത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ബോംബെയിലാണെങ്കിൽ ബാഹർവാല എന്ന് പറയും, പുറത്ത് ചായ കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ പല പണികൾ ചില സ്റ്റേഷനറി പീടികയിൽ. പിന്നെ ചിലർ പഠിച്ച ആളുകൾ ക്ലാർക്കായിട്ട്. അങ്ങനെ ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഏറ്റവും അധികം മലയാളികളുള്ള നഗരം ഏതാണ്. അത് പെട്ടെന്ന് മറുപടി പറയാൻ തോന്നും, അത് എറണാകുളമാണ്. എനിക്ക് തോന്നുന്നത് അത് ബോംബെ ആയിരിക്കുന്നതാണ്. എന്താ കാരണം, എത്രയോ തലമുറകളായി 3-4 തലമുറ ആയിട്ട് അവിടെ മലയാളികളുണ്ട്, ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവർ ഇന്നും ഇന്നലെയും പോയതല്ല. അപ്പോൾ മഹാനഗരം, അവിടെ ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്തവർ, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവർ, ചിലപ്പോൾ സംസാരിക്കാൻ അറിയാത്തവർ, അങ്ങനെയൊക്കെയുള്ള മലയാളികൾ. മലയാളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിയൊരു സ്ഥിതിയാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു മലയാളി, അയാൾ അമേരിക്കൻ പൗരനാണ്. അപ്പോൾ കേരളീയനല്ലാത്ത ഒരാൾ മലയാളിയാവുമോ? വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അയാൾ അമേരിക്കൻ പൗരനാണ്, അയാൾ ന്യൂയോർക്കിലാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്, അവിടെ അയാൾക്ക് പൗരത്വമുണ്ട്, ഒരു പ്രശ്നമില്ല. അയാളുടെ അച്ഛനും പൗരത്വമുണ്ട്. അയാൾക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും, മലയാളം പറയാൻ പറ്റും. അപ്പോൾ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്നുള്ള ഒരു സംഘടനയാണ്. ആ വേൾഡ് മലയാളിയെ രൂപീകരിക്കുന്ന ആരാണ്? അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ടെലിവിഷനാണ്. ഒരു മലയാളിയായിട്ട് ജീവിക്കാൻ ഇപ്പോൾ കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ട് മലയാളി ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ ടെലിവിഷന് വലിയ പങ്കുണ്ട്. അത് ഏഷ്യാനെറ്റ് തുടങ്ങി വെച്ചു. ഇപ്പോൾ ആണെങ്കിൽ മനോരമ ചാനലോ മാതൃഭൂമി ചാനലോ അങ്ങനെ ഒരുപടി ചാനലുകൾ. ഇവിടുത്തെ പാട്ട്, ഇവിടുത്തെ കഥ, ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ അപകടങ്ങൾ, ഇവിടുത്തെ പ്രളയം, ഇവിടുത്തെ കോവിഡ് എല്ലാം അവിടെയുണ്ട്. അത് മലയാള ഭാഷയിൽ തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബാംഗ്ലൂർ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ആ സ്ഥലം ഞാൻ കാണാത്തതാണ്, വളരെ മനോഹരമായ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായെന്താണ്, എനിക്ക് വലിയ സങ്കടമായി. എന്താണ്, ഉമ്മയെ എന്നും കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാലും ഉമ്മയുടെ അടുത്ത് പോകാവുന്നിടത്തായി ഞാനൊക്കെ ഉണ്ടായിരുന്നത്. 1-2 മണിക്കൂർ യാത്ര ചെയ്ത് എനിക്ക് ഉമ്മയെ കാണണം. അവിടെ എത്തിയപ്പോൾ എനിക്കത് വലിയ പ്രശ്നമായി. കാരണം നാട്ടുകാരില്ല, കൂട്ടുകാരില്ല. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഞാൻ ആദ്യമായിട്ട് പാൻസ് ഇട്ട അന്നാ ഞാനിവിടെ, കാരണം അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഡിസംബർ മാസം ഞാൻ ചെന്ന് പാൻസൊക്കെ തുന്നിച്ചു. അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു മലയാളിയായ ഒരാൾ നടത്തുന്ന ബാർബർ ഷാപ്പിൽ നിന്ന് യേശുദാസിൻ്റെ ശബ്ദത്തിൽ താമസമെന്തേ വരുവാൻ എന്നുള്ള പാട്ട് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നത് കേട്ട് ഞാൻ കരഞ്ഞുപോയി. മലയാളം കേൾക്കുക എന്നുള്ളത്. പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലക്ഷക്കണക്കിന് മലയാളി ബാംഗ്ലൂർ ഉണ്ട്, ഇതൊന്നൊരു വിഷയമല്ല. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് 1936 രമണൻ വന്നത് ചങ്ങമ്പുഴയുടെ. അപ്പോൾ 39-45 കാലത്താണ് 2ാം ലോകമഹായുദ്ധം. അതിന് പങ്കെടുക്കാൻ പോയ മലയാളികളൊക്കെ വീട്ടിലേക്ക് കത്തെഴുതിയിരുന്നത് രമണൻ്റെ ഒരു കോപ്പി വേണമെന്നാണ്. അല്ലാതെ പപ്പടം വേണമെന്നോ കണ്ണിമാങ്ങ അച്ചാർ വേണമെന്നോ ഒന്നുമല്ല, അല്ലെ പൊടിയരി വേണം, അവൽ വേണമെന്നൊന്നുമല്ല. അവർ രമണൻ വേണമെന്നാ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി എന്ന് എല്ലാവരും പാടുന്നു. ഞാൻ കേട്ടൊരു കഥ, രമണൻ്റെ കോപ്പി പട്ടാളക്കാർക്ക് അയക്കാൻ വേണ്ടി മാത്രമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു പ്രത്യേക ബ്രാഞ്ച് എറണാകുളത്ത് തുടങ്ങി. ചിലപ്പോൾ കഥയായിരിക്കും, അതിന് മാത്രം ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആസാം മണിക്കാർ എന്നുള്ള കവിതയിൽ വൈലോപ്പള്ളി പറയുന്നുണ്ട്, ഓരോ തെങ്ങ് കാണുമ്പോഴും ഞങ്ങൾ കേരളത്തെ ഓർമ്മിച്ചു. അപ്പോൾ കേരളം എന്ന് പറയുന്നത്, മലയാളം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ? അത് രമണനായിട്ട്, അത് തെങ്ങായിട്ട്, അത് പപ്പടമായിട്ട്, അത് കണ്ണിമാങ്ങയായിട്ട്. അപ്പോൾ ഈ തരത്തിലൊന്നും അല്ലാതെ ഇപ്പോൾ ടെലിവിഷൻ, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, നവമാധ്യമങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ നാട്ടിലാണ്, നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും എവിടെയല്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. ആ തരത്തിൽ ഞാൻ ഇപ്പോൾ ആളുകൾക്കിപ്പോൾ അതിജീവനത്തിന് വേണ്ടിയിട്ട്
മനസ്സിൻ്റെ ഉന്മേഷം, മനസ്സിൻ്റെ ഊർജം, മനസ്സിൻ്റെ ഊറ്റം നിലനിർത്താൻ വേണ്ടി തീർച്ചയായിട്ടും പാട്ട് ഒരു വലിയ സംഗതിയാണ്. അതിലിപ്പോൾ ഏത് പാട്ട് വേണം. നിങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് കേട്ട് മറന്ന പാട്ടുകൾ കേൾക്കാൻ ആൾക്ക് ഇഷ്ടമുണ്ടാവുക. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് പാടിപ്പതിഞ്ഞ പാട്ടുകൾ കേൾക്കാൻ, തിന്ന് ശീലിച്ചത് തിന്നാൻ, കുടിച്ച് ശീലിച്ചത് കുടിക്കാൻ, അങ്ങനെ ഇഷ്ടമുണ്ടാവുക. വല്ലപ്പോഴും ഒരു വെറൈറ്റി എന്നുള്ള മറ്റൊരു ഇപ്പോൾ എന്നും എപ്പോഴും ബിരിയാണി കഴിക്കാൻ പറ്റുമോ? പൈസ ഉണ്ട് വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ അത് നമുക്ക് പൊടിയരിച്ചോറ് വേണം, അല്ലെങ്കിൽ സാമ്പാർ വേണം, അല്ലെങ്കിൽ ഇഡ്ഡലി വേണം. അത് നമുക്ക് ഇഡ്ഡലിയാണ് ശീലം, അല്ലെങ്കിൽ ദോശയാണ്, അല്ലെങ്കിൽ പിട്ടാണ്, അല്ലെങ്കിൽ പത്തിരിയാണ് ശീലം. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ തരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെട്ട നടന്മാർ അഭിനയിച്ച സിനിമകൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ഇപ്പോൾ പി ഭാസ്കരൻ്റെ രചന, യേശുദാസിൻ്റെ പാട്ട്, അല്ലെങ്കിൽ കെ രാഘവൻ്റെ സംഗീതം, ബാബുരാജിൻ്റെ സംഗീതം, അങ്ങനെ എത്രയെങ്കിലും. ഇപ്പോൾ ചിലർക്കത് മുഹമ്മദ് റഫി ആയിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗസാല് പഹലെ മുജേ തുംസെ പ്യാർ ഥാ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ പ്രചാരം ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് മഹേന്ദ്ര കപൂർ പാടിയ നീലേ ഗഗൻ കെ തലേ എന്നുള്ള പാട്ട്. അത് സാഹിർ എഴുതിയതാണ്. ആ രംഗത്ത് അഭിനയിക്കുന്നത് ദേവാനന്ദാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്, നമ്മൾ ഇത്തരം നമ്മുടെ സന്തോഷം എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു പണി നമ്മൾ ചെയ്യണം. അപ്പോൾ പാട്ട് കേൾക്കാൻ സന്തോഷമുള്ള ആൾ നിർബന്ധമായിട്ട് പാട്ട് കേൾക്കണം. സിനിമ കാണാൻ താല്പര്യമുള്ള ആൾ നിർബന്ധമായിട്ട് സിനിമ കാണണം. നാടകം കാണാൻ താല്പര്യമുള്ള ആൾ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അവനവൻ്റെ സന്തോഷം എവിടെയെന്ന് അറിയില്ല. സന്തോഷം എന്ന് പറയുന്നത് പുറത്തുള്ളൊരു സാധനമല്ല, അത് നമ്മുടെ ഉള്ളിൽ ഉള്ള സാധനം പുറത്തേക്ക് വരുന്ന. പലരുടെയും തെറ്റിദ്ധാരണ അത് പുറമേ നിന്ന് അകത്തേക്ക് വരുന്നതാണ്. അങ്ങനെയല്ല, ഞാനത് ആവർത്തിക്കുന്നു. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പുറമേ നിന്ന് അകത്തേക്ക് വരുന്ന ഒരു സാധനമല്ല, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന സാധനം. അപ്പോൾ ചിലർക്ക് ഭക്ഷണം ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് വിഭവം, ഭോജനം ഉണ്ടാക്കി കഴിക്കണം. അതുപോലെ ഇപ്പോൾ ഇപ്പോഴും ഒരു ചിട്ടയൊക്കെ പാലിക്കാൻ പറ്റും. നേരത്തെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ കൊറോണ കാലത്തിന് മുമ്പ് ചെയ്തിരുന്ന മാതിരി തന്നെ എന്നും രാവിലെ 4:30 എണീക്കും, രാത്രി സാധാരണ ഇതിൽ 10:30 കിടക്കും. അപ്പോൾ അതൊരു ചിട്ടയാക്കിയാൽ പിന്നെ ശരീരം ഒരു യന്ത്രമാണ്, അത് സ്വയം ചെയ്തോളൂ. അത് ഗാന്ധി യന്ത്രങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഗാന്ധിക്ക് വലിയ വിമർശനം എന്ന് ഗാന്ധി പറഞ്ഞു. ഞാൻ യന്ത്രങ്ങൾക്കല്ല എതിർ, യന്ത്രത്തിന് അടിമപ്പെടുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മനുഷ്യ ശരീരം ഒരു യന്ത്രമല്ലേ, ഞാൻ എതിർക്കുന്നുണ്ടോ? ഒരു പല്ലുക്കുത്തി ഒരു യന്ത്രമല്ലേ, ഞാനത് ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ജോലിക്ക് പോകുമ്പോഴൊരു ഗുണം എന്താ? നമുക്കൊരു ചിട്ട ഉണ്ടാവും. എന്താണ്? 10 മണിക്ക് ഓഫീസിലെത്തണം. 10 മണിക്ക് ഓഫീസിലെത്താൻ എന്ത് വേണം? 8:30 ഇറങ്ങണം. 8:30 ഇറങ്ങാൻ എന്ത് വേണം? 8 മണിക്ക് പ്രാതൽ കഴിക്കണം. 8 മണിക്ക് പ്രാതൽ കഴിക്കാൻ എന്ത് വേണം? 7:30 നമ്മൾ കുളിക്കാൻ പോകണം. കണ്ടോ? അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ താടി പഠിക്കണം, അല്ലെങ്കിൽ കുപ്പായം തേക്കണം. അതിനൊക്കെ ഒരു ചിട്ട വരിക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീടിനകത്തിരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇത്തരം ചിട്ടകൾ തെറ്റിച്ചാൽ നമ്മുടെ സുഖം എന്നുള്ളത് കുറയും, വളരെ കുറയും. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ആളുകൾക്ക് സന്തോഷം ഉണ്ടാവാൻ അവനവൻ ഉത്സാഹിക്കണം. ഞാൻ പറഞ്ഞു, അവനവൻ എന്താണ് വേണ്ടത്, എന്തുണ്ടായാലാണ് സന്തോഷം ഉണ്ടാകുന്നത്, അവനവൻ അന്വേഷിക്കണം. അപ്പോൾ സന്തോഷത്തെപ്പറ്റി എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നൊരു കഥ ഞാൻ പറയാം. എ എന്നൊരാൾ, ബി എന്നൊരാൾ, രണ്ടുപേർക്കും പ്രായമായി, രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും റിട്ടയർ ചെയ്തു. എന്നും വൈകുന്നേരം അവർ കടപ്പുറത്ത് സന്ധിക്കും, അവിടെ കുറച്ച് നടക്കും, വർത്തമാനം പറയും. അങ്ങനെ അപ്പോൾ എക്കുള്ള വിശേഷം എന്ന് വെച്ചാൽ, എന്ത് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ വിഷമോ ഉണ്ടാവും. ബിക്കുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു സന്തോഷം ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ദിവസം എ വരുമ്പോൾ ബി ഇങ്ങനെ വളരെ വിഷാദിച്ചിരിക്കുന്നുണ്ട് കടപ്പുറത്ത്. അപ്പോൾ എ ചോദിച്ചു, എന്താടോ തനിക്ക്, അല്ലെങ്കിൽ തന്നെ തനിക്ക് താനൊരു പരാതിക്കാരനും ഒരു വിഷാദവാനുമാണ്, ഇന്നിപ്പോൾ എന്താ തനിക്ക് വല്ലാതെ വിഷാദം? അപ്പോൾ ബി പറഞ്ഞു, എന്ത് പറയാനാണ്, ഞാൻ എങ്ങനെ വയസ്സനായിപ്പോയി, എൻ്റെ മകനെ എന്നോട് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അയാൾ കാറിൽ നിർത്തി, ഇറങ്ങാൻ അയാൾ എന്നെ സഹായിക്കേണ്ടി വന്നു. ഈ റോഡ് മുറിച്ച് കിടക്കാൻ എനിക്ക് പറ്റിയില്ല. അയാൾ വളരെ വിഷമിച്ച് അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഒരു സുഖമില്ല. അപ്പോൾ ബി ചോദിച്ചു, തനിക്കെന്തെന്നാ പതിവില്ലാതൊരു സന്തോഷം? അപ്പോൾ എ പറഞ്ഞു, എനിക്കിന്ന് ബസ്സിന് വരാൻ വയ്യ എന്ന് തോന്നിയപ്പോൾ മകനവിടെ കൊണ്ടുവന്നാക്കി. എന്തൊരു ശ്രദ്ധയാണ് അവൻ എന്നെ വളരെ കരുതലോടുകൂടി
കാറിൽ ഇറങ്ങാൻ സഹായിച്ചു. പിന്നെ എനിക്ക് റോഡ് മുറിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ അവൻ എന്നെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിച്ചു ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കണ്ടോ, ഇത് രണ്ടും ഒരേ അനുഭവമാണ്. സന്തോഷം എന്ന് പറയുന്ന ഒരു അനുഭവത്തിൻ്റെ പേരല്ല, അനുഭവത്തിൻ്റെ നേരെയുള്ള നിങ്ങളുടെ മനോഭാവത്തിൻ്റെ പേരാണ്. മകൻ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി എന്നുള്ളതാണ് രണ്ടാളെ സംബന്ധിച്ച അനുഭവം. അത് എന്തൊരു കഷ്ടമായിപ്പോയി, എന്തൊരു നഷ്ടമായിപ്പോയി, ഞാൻ എത്ര വയസ്സനായിപ്പോയി എന്ന് വിഷാദിക്കുകയാണ് ആര് ചെയ്യുന്നത്? ബി ചെയ്യുന്നത്. എ എന്ത് ചെയ്യുന്നു? എ അത് തന്നെ ഒരു സന്തോഷം ആക്കി മാറ്റി. മകൻ അത്ര ശ്രദ്ധയുണ്ടല്ലോ എന്നാക്കി. ഇതാണ് ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും ഇങ്ങനെയാണ്. ആ അനുഭവത്തിന് നേരെയുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ കൊറോണ കാലത്ത് എല്ലാ അനുഭവങ്ങളുടെയും നേരെ വളരെ ഗുണാത്മകമായ പോസിറ്റീവായ ഒരു മനോഭാവം ഉണ്ടാവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അലക്സാണ്ടർ ഡാനിയലിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. വേൾഡ് മലയാളി കൗൺസിലിന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ള മലയാളികൾക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.